അതല്ല നീ ഏതാ ചലഞ്ച് പങ്കുകൊണ്ടെന്നാ ഗവൺമെന്റിനെ ധിക്കരിച്ചെന്നാ അപമാനിച്ചെന്നാ അതുകൊണ്ടാണ് നിന്റെ ജോലി പോയതെന്ന്. അല്ല അങ്ങനെ ജോലി പോയിട്ടൊന്നുമില്ലമ്മ. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് നമ്മള് ഈ പ്രളയക്കെടുതി വന്നപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ 1 മാസം ശമ്പളം ഗഡുക്കളായിട്ട് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് നല്ലതല്ലേ? പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാല് ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് പൈസ വരുന്നുണ്ട്, വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പൈസ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൈസ വരുന്ന സമയത്ത് പിന്നെ ഈ സാധാരണക്കാരാ, ഇപ്പൊ നമ്മളെ പോലെയല്ല, അതിനെ താഴെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നിന്നൊക്കെ പൈസ കൊടുക്കണോ, നമ്മളൊക്കെ പൈസ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ അവര് കുറെ ഇഷ്യൂ ഉണ്ടാക്കിയത്. അത് വേറെ കൊണ്ടല്ലമ്മ, ഈ പറഞ്ഞ പോലെ ഈ ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് ഇതെല്ലാം പിടിച്ചിട്ടാണ് പൈസ കിട്ടുന്നത്. പിന്നെ വീട്ടിലെ കുട്ടികളുടെ കാര്യം, പാലിന്റെ പൈസ, പലചരക്കിന്റെ പൈസ, കല്യാണം, മരണം, ഇതൊക്കെ വരുമ്പോഴൊക്കെ പൈസ കയ്യിൽ നിന്നല്ലേ പോണത്. അപ്പൊ ഇതിപ്പോ ഈ ലോൺ എടുത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ച നടത്തുന്ന എതിർ പാർട്ടി ആരോ എടുത്തും കണ്ട് വീഡിയോ ഇട്ടു. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇതെടുത്ത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടോളാം. ഇതിപ്പോ വൈറലായി. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ജോലി പോയിട്ടൊന്നുമില്ല. ക്ലീറ്റോ ചേട്ടൻ വന്ന് അവിടെ ഇവിടെ തൊടാതൊക്കെ വന്ന് വർത്താനം പറഞ്ഞിട്ട് പോയി. എന്റെ പൊന്നു മക്കളെ, നീ എന്തിനു എതിർക്കാൻ പോയത്? അമ്മ ഞാൻ എതിർത്തില്ല, ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്റെ 1 മാസം ശമ്പളം ഞാൻ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കൊടുത്ത ആളല്ലേ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ വീഡിയോ ആരും എടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടത്. എന്താണ്? അല്ല, ഞാൻ സംസാരിക്കുന്നതേ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത് വേറെ ആരോ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ നിന്റെ ജോലിയുടെ കാര്യം എന്താ പറഞ്ഞ? അങ്ങനെ എന്റെ ജോലിക്ക് ഒരു കുഴപ്പമില്ല. ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ആരാണ്ട് പറ്റിച്ചതാണെന്ന്. അല്ലാതെ അവൻ അങ്ങനൊന്നും സംഭവിക്കൊന്നുമില്ല. ഇവൻ പ്രസംഗിച്ച വീഡിയോ ഉണ്ടല്ലോ, അങ്ങ് ലോകം മുഴുവൻ അത് ഫ്ലാഷായി വൈറലായി. അത് നോക്കിയോ, അല്ലെങ്കിൽ ഷൈൻ ചെയ്യാൻ നോക്കിയത് സഹപ്രവർത്തകരുടെ മുമ്പിൽ. നിന്റെ താരം പറഞ്ഞ എന്റെ ജോലി പോയത്? നീ പത്രം ഒന്നും വായിക്കാറില്ലേ? 2 ദിവസം മുമ്പ് പത്രത്തിൽ ഇതുപോലെ സാലറി ചലഞ്ചിന് എതിർത്തവന് ഇതുപോലെ സസ്പെൻഷൻ കിട്ടി. അപ്പൊ നിനക്കും അത് ബാധകമല്ലേ? ഊഹമൊന്നുമല്ല, ഇതിങ്ങനെയൊക്കെ വരും, നോക്കിക്കോളേ. സർക്കാർ കാര്യങ്ങളാണ്. ഹലോ സാർ, കനകന സാർ, ഞാൻ അങ്ങനെ സാർ. ഹലോ, എന്ത് മോനെ? എന്തടാ നിന്റെ നാക്ക് പുഴുത്തോടാ. എന്താ കിട്ടി? എന്ത് സസ്പെൻഷൻ കിട്ടി എനിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് അമ്മ? ഈ ക്ലീറ്റോ ഉണ്ടല്ലോ, കേരള രാഷ്ട്രീയം കുറെ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുള്ളൂ. എടാ കനക, ഇനിയിപ്പോ നമ്മൾ എന്ത് വിടാ? ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഒരു സസ്പെൻഷൻ കിട്ടിയെങ്കിൽ 1 ദിവസം കൊണ്ട് അളിയും ഫേമസ് ആയില്ലേ?